അച്ഛന്റെ കമ്പനിയോ? ഏത് കമ്പനി? അതിപ്പോ ദീപു സാറിന്റെ കമ്പനിയാ. അവൻ എന്നെ കാണിക്കാൻ വേണ്ടി അവിടെ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? മറ്റുള്ള സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് എന്നെ കൊച്ചാക്കാൻ തുടങ്ങിയിരിക്കുക. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. നിങ്ങൾ ആദ്യം ആവശ്യമില്ലാത്ത ഈഗോ കളയും. എന്നിട്ട് അവനവന്റെ ജോലി കൃത്യമായിട്ടും വൃത്തിയായിട്ടും ചെയ്താ ആരും തലേ കയറാൻ വരില്ല. പിന്നെ ദീപുവേട്ടൻ അത്തരത്തിൽ പെരുമാറുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, അപ്പോഴും ക്രെഡിറ്റ് ദീപുവിന്. നിന്റെ പുകഴ്ത്തല് കേട്ടാലേ ഞാൻ നിന്റെ കസിനും അവൻ നിന്റെ ഭർത്താവും പോലെ ഉണ്ടല്ലോ. തോന്നിയ ദിവസം പറയരുത്. നിനക്ക് എങ്ങനെ ഇങ്ങനെ നന്ദി കേട്ട് പറയാൻ തോന്നുന്നു മോളെ? അമ്മേ, ഇതെല്ലാ അമ്മമാരും പെൺമക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാ. അത്രേ അമ്മയും ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ കണക്കിനുള്ളതൊന്നും തന്നിട്ടുമില്ല. ആ വീട് പണി നടന്നപ്പോ അമ്മ തന്ന കാശുകൊണ്ട് ബേസ്മെന്റ് പോലും കെട്ടാൻ തികഞ്ഞിട്ടില്ല. അവസാനം ഏട്ടൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാ ഇത്രയെങ്കിലും ആയത്. കേട്ടല്ലോ, നിങ്ങൾ കൊടുത്ത പണത്തിന്റെ കണക്ക് നിങ്ങളുടെ മോള് തന്നെ പറയുന്നത്. ഇപ്പം മനസ്സിലായോ ഞാൻ പറയുന്നത് ശരിയാണെന്ന്? എന്റെ മോള് പറഞ്ഞത് ശരിയാ. അമ്മ നിങ്ങളെ ആരെയും സഹായിച്ചിട്ടില്ല. അഥവാ സഹായിച്ചെങ്കിൽ തന്നെ അക്ക വിട്ട് നിരത്താൻ അമ്മയുടെ കണക്കുമില്ല. എനിക്ക് ബന്ധുവായിട്ട് ഇവിടെ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ സമ്പത്ത് കണ്ട് കൂടെ കൂടിയതാ. ഞാൻ അവർക്കൊക്കെ ആ സ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ. എന്നാലും അമ്മാവന്റെ മകളെ സർ വിവാഹം കഴിക്കാൻ പോവല്ലേ എന്ന് ആര് പറഞ്ഞു? അമ്മയും അമ്മായും കൂടി അങ്ങനെ ഒരു സംസാരം ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞു. പണ്ട് കവി പാടിയതുപോലെ എല്ലാം പണം നടത്തുന്ന ഇന്ദ്രജാല പ്രകടനങ്ങളാ. ഒക്കെ പണത്തിന് വേണ്ടിയാ. ദീപുവിന്റെ മനസ്സിലുള്ള സ്നേഹം തിരിച്ചറിയാതെ പോയതോ? അമ്മ കരയാണോ? അമ്മയ്ക്ക് വിശക്കുന്നുണ്ടോ? ഞാൻ പോയി എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ. മറ്റൊരു വീട്ടിൽ അതിഥിയായി താമസിക്കുന്ന വസുധയും കുഞ്ഞുങ്ങളും ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുമ്പോൾ ഗിരിയുടെ തീരുമാനം എന്താകും? കരളലിയിപ്പിക്കുന്ന കാഴ്ചകളും മനസ്സലിയിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.